BaBu Monz TeChz എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ Motorola Moto Edge 30 Pro അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല തുടങ്ങാമല്ലേ. ബോക്സ് തുറന്നപ്പോൾ തന്നെ നമുക്ക് ഫോൺ, പിന്നെ സിം കാർഡ് ടൂൾ, എന്തോ ഡോക്യുമെന്റ്, വാറണ്ടി കാർഡ്, പിന്നെ 68 വാട്ട്സിന്റെ നല്ല കിള്ളം പോലത്തെ ചാർജർ, ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ, അഡാപ്റ്ററിന്റെ ബാക്കിലും ടൈപ്പ് സി തന്നെയാണ് വരുന്നത്. ഇനി പോർട്സ് ആൻഡ് ബട്ടൺസിനെ പറ്റി പറയാനാണെങ്കിൽ താഴത്തെ ഭാഗത്ത് സ്പീക്കർ ഗ്രിൽ, മൈക്ക്, ടൈപ്പ് സി പോർട്ട്, സിം കാർഡ് ട്രേ, പിന്നെ മേലത്തെ ഭാഗത്ത് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, പിന്നെ റൈറ്റ് സൈഡിൽ കുറച്ച് മേലോട്ടായിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനറും പിന്നെ വോളിയം അപ്പ് ആൻഡ് ബട്ടൺ വരുന്നത്. അത് കുറച്ച് മേലോട്ടായി, ഭയങ്കര മേലോട്ടാണുള്ളത് വോളിയം അപ്പ് ആൻഡ് ബട്ടൺ. ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ കുഴപ്പമില്ല, കൈ കറക്റ്റായിട്ട് പിടിക്കുന്ന സമയത്ത് മേലോട്ട് തന്നെയാണ് എത്തുന്നത്. ഓക്കെ, ഇനി സിം കാർഡ് ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ടാവില്ല. സിം കാർഡ് ട്രീ ഇതിലും അതേപോലെ തന്നെയാണല്ലോ 2 നാനോ സിമ്മിൻ്റെ സ്ലോട്ട് മാത്രമേ ഉള്ളൂ. റബ്ബർ ജാക്കിങ് കൂടി ഉണ്ട്, അതിനെക്കൊണ്ട് IP52 സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ഡസ്റ്റ് ഇതിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇനി സ്പെസിഫിക്കേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിട്ടില്ല പോലത്തെ സ്പെസിഫിക്കേഷൻസ് ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടുന്ന എല്ലാ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാമറ വെച്ചിട്ട് തന്നെ തുടങ്ങാം. 50 MB 2 ക്യാമറ വരുന്നുണ്ട്, ഒന്ന് മെയിൻ ക്യാമറ, പിന്നെ ഒന്ന് അൾട്രാ വൈഡ്, പിന്നെ ഒരു 2 MB ഡെപ്ത് ക്യാമറ കൊടുത്തതിന് എന്തിനാണെന്ന് വലിയ പിടിയില്ല. പിന്നെ ഫ്രണ്ടിൽ 60 MB ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഡീഫോൾട്ടായിട്ട് 15 MB ഉള്ളത്, അത് നിങ്ങൾക്കും ചേഞ്ച് ചെയ്യണം 60 MB. ഓക്കെ, പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ക്ലാരിറ്റി, കളർ, സാച്ചുറേഷൻ നല്ല കിട്ടില്ല പോലത്തെ സംഭവം, നാച്ചുറൽ കളറിങ്ങാണ്. പിന്നെ മാക്രോ അൾട്രാ വൈഡിനെ കൊണ്ട് എടുക്കുമ്പോൾ നല്ല ക്ലിയർ ഡീറ്റെയിൽഡ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഇനി വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ വെച്ചിട്ട് 8K 30 FPS വരെയും പറ്റും. പിന്നെ ഫ്രണ്ടും ബാക്കിലും 4K 30 FPS 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ 960 FPS സ്ലോ മോഷൻ ഫുൾ HD ഷോർട്സ് അടക്കം ഇതിൽ വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയക്ക് വേണ്ടുന്ന കുറേ ടൈപ്പ് വീഡിയോ എഫക്ട്സ് വരുന്നുണ്ട്. ഡുവൽ ക്യാമറ, പിന്നെ സ്പോട്ട് കളർ, സിനിമാഗ്രാഫ്, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഇനി പ്രൊസറിനെ പറ്റി പറയുകയാണെങ്കിൽ ക്വാൽക്കം സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 1 4 nm പ്രൊസറാണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് പ്രൊസറാണ്. ഇതിൽ അൺടൂട്ട് സ്കോർ അടക്കം 9 ലക്ഷത്തി എത്ര ഹൈ അങ്ങ് മേലെ എത്തിപ്പോയി. 4639 അങ്ങ് മേലെ അത്രയും എത്തിപ്പോയി. അത്രയും ഹൈ സെറ്റിങ്സിലാണ് ഇടുന്നത്. ഹൈ സെറ്റിങ്സിൽ നമുക്ക് BGMI, COD അതിൻ്റെ എല്ലാം ഹൈയസ്റ്റ് സെറ്റിങ്സിൽ കളിക്കാൻ പറ്റും. ഒരു 40-50 മിനിറ്റ് വരെ നല്ല ഹൈ FPS കിട്ടും. പിന്നെ കുറച്ചൊരു ചെറിയൊരു 5-10 FPS ഡ്രോപ്പ് ഉണ്ടാവും. ബാക്കി ഫുൾ ഹൈ സെറ്റിംഗ്സ് തന്നെ കളിക്കാൻ പറ്റും. ഈ ഫോൺ ഒറ്റൊരു വേരിയന്റിലാണ് വരുന്നത്. 8GB RAM LPDDR5 പിന്നെ ROM 128GB UFS 3.1 സ്റ്റോറേജ് ടൈപ്പ്. പിന്നെ RAM ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. 2GB കൂടി കൂടുതലാക്കുമ്പോൾ അപ്പോൾ ടോട്ടൽ 10GB ആണ് വരുന്നത്. ഇനി ഗെയിമിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഗെയിം മോഡ് കൂടി ഇതിൽ വരുന്നുണ്ട്. ഒരു സൈഡിലൊരു സംഭവമായിരിക്കും ഹൈ പെർഫോമൻസ്, അക്കോസ്റ്റിക് ലൈറ്റ്, റെക്കോർഡ് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം, അങ്ങനത്തെ കുറേ സംഭവമായിട്ട്. പിന്നെ ഇതിൽ റെഡി ഫോർ എന്നിട്ട് വേറൊരു സംഭവം കൂടി വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് വയർലെസ്സോ ഇല്ല വയറായിട്ടോ നമുക്ക് വലിയ സ്ക്രീനിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും, TVയിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ. അതുകൊണ്ട് തന്നെ ലേറ്റൻസി ഒന്നും ഇല്ലാണ്ട് നമുക്ക് വേഗം തന്നെ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ വെബ് ക്യാം ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും ഗെയിമിങ്ങിൻ്റെ സമയത്ത് സ്ട്രീമിംഗ് എല്ലാം ചെയ്യേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 4800 mAh ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട്സിൻ്റെ ചാർജിംഗ് ടൈമാണ്. അതേപോലെ തന്നെ ഇതിൽ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടറാണ് 15 വാട്ട്സിൻ്റെ. അതുപോലെ തന്നെ റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ടറാണ് പവർ ഷാർജ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആ സംഭവം. എന്ന് വെച്ചാൽ 2 ഫോൺ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ 5 വാട്ട്സിൻ്റെ സ്പീഡിൽ മറ്റേ ഫോണിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇനി ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് OLED സ്ക്രീനാണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിൻ്റെ അപ്പുറം 577 സാമ്പിളിംഗ് റേറ്റിന് അപ്പുറം ടച്ച് സാമ്പിളിംഗ് റേറ്റ്, പിന്നെ HDR10+ അടക്കം സപ്പോർട്ടാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടുന്ന എല്ലാ ഡിസ്പ്ലേൻ്റെ സംഭവം ഇതിലുണ്ട്. അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 700 nits ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതിനെക്കൊണ്ട് പുറത്തോ അകത്തോ എവിടെ വേണമെങ്കിലും ഉപയോഗിച്ചോ, സൂര്യൻ്റെ അടിയിൽ പോയിട്ട് വന്നാലും ഉപയോഗിച്ചോ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്ന ഒരു 91% ഉണ്ടാകും തോന്നുന്നു. പിന്നെ ചിൻ ബസൽസ്, സൈഡ് ബസൽസ് ഒന്നും അങ്ങനെ പഴയ മോട്ടോറോളൻ്റെ ഫോൺസിൻ്റെ അത്ര പോലും ഇല്ല, ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പോൾ നല്ല കിടിലം പോലത്തെ ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ഡിസ്പ്ലേ കിടിലം പോലെയാണെങ്കിൽ അതേപോലത്തെ കണക്കായിട്ടുള്ള സ്പീക്കറും വേണ്ട. അപ്പോൾ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഒരു എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു സൗണ്ടും ക്ലാരിറ്റിയിലുള്ള സൗണ്ടും. അത് ഞാൻ നിങ്ങൾക്ക് തന്നെ കേൾപ്പിച്ചു തരാം എങ്ങനെ സൗണ്ട് ഉള്ളതെന്ന്. അപ്പോൾ ഒച്ച കേട്ടില്ല, നല്ല ഒരു ഭയങ്കര ഒച്ച ഒന്നും പറയില്ല, പക്ഷേ ക്ലാരിറ്റി ഉള്ള സൗണ്ടാണ്. അതേപോലെ തന്നെ വൈഡ് ബാൻഡ് എല്ലാം സപ്പോർട്ട് വരുന്നുണ്ട്. തിങ് ഷീൽഡും വരുന്നത് എന്ന് വെച്ചാൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കുറച്ചും കൂടി ഡാറ്റ പ്രൊട്ടക്റ്റ് ആയിട്ട് ഒരു സംഭവമാണ്. അപ്പോൾ ആ സംഭവം കൂടി വരുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സിൽ Android 12 ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ Android സെക്യൂരിറ്റി വേർഷൻ വരുന്നത് January 1 ആണ്. പിന്നെ ഇതിൽ 2 കൊല്ലത്തെ മേജർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ Android 13, 14 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കൂടി വരുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, ഫുള്ളി വനീല ആൻഡ്രോയിഡിൻ്റെ ഒരു സംഭവമാണ് വരുന്നത്. ബ്ലോട്ട്വെയർ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കിടിലം പോലെ സ്മൂത്തായിട്ട് നല്ല ഫാസ്റ്റായിട്ട് ഓടുന്ന സംഭവമാണ്. ഒരു ലാഗോ സംഭവം ഒന്നും ഉണ്ടാവില്ല. പിന്നെ കസ്റ്റമൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ മൈ മോട്ടോ എന്ന് പറയുന്ന സംഭവം കിട്ടുന്നുണ്ട്. അതിനെക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോൺസ്, തീംസ്, കളർ, ഐക്കൺ എന്താണെന്ന് വെച്ചാൽ എല്ലാം ചേഞ്ച് ചെയ്യാം.
അതിൽ ഇപ്പോൾ ഫോണിനെ പറ്റി പറയാൻ ഫോണിൻ്റെ നിങ്ങൾക്ക് വേറെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫോൺ പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫുൾ അതിനെക്കൊണ്ട് കസ്റ്റമൈസേഷൻ്റെ ഒരു പ്രശ്നമില്ല. ഇനി സെൻസസിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാ സെൻസസും ഉണ്ട്, ഒരൊറ്റ സെൻസറൊന്നും മിസ്സിങ്ങോ അങ്ങനത്തൊന്നുമില്ല. ഒറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് ഞാൻ പറയും. പിന്നെ കണക്റ്റിവിറ്റിയിൽ Wi-Fi 6 എൻഹാൻസ്ഡ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്, 4x4 മീമോ വരുന്നുണ്ട്, കാരിയർ അഗ്രിഗേഷൻ ഉണ്ട്, ഡുവൽ 4G വോൾട്ടി ഉണ്ട്, പിന്നെ വൈഫൈ കോളിംഗ്, പിന്നെ 5Gയിൽ 13 ബാൻഡ്സിൻ്റെ കൂടിയുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഫോണാണ്. ഇപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഒരു ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പ്രീമിയം റിച്ച് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഒരു സൈഡ് നിന്നെ കാണുമ്പോൾ ഒരു ബ്ലൂയിഷ് ലുക്ക്, ഒരു സൈഡിൽ നിന്ന് ഗ്രീനിഷ് ലുക്ക്, ഒരുമാതിരി എന്താ പറയുക ഗ്രേഡിയൻ ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്യാമറേൻ്റെ സംഭവം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ക്യാമറ കുറച്ചൊന്ന് ബൾജ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കുറച്ച് പൊന്തി വന്നിട്ട് ഇതിൽ അങ്ങനെയല്ല ഉള്ളത്, കുറച്ച് ചെരിഞ്ഞ് വെച്ചിട്ടാണുള്ളത്. പിന്നെ ബാക്കിൽ ഫുള്ള് ഗൊറില്ല ഗ്ലാസ് 5 ഉണ്ടായിരുന്നു, മുമ്പിൽ അത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മോട്ടോറിൻ്റെ ലോഗവും ചെറിയൊരു തിളക്കം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓവറോൾ ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിടിലം പോലത്തെ ഫോണാണ്. ഒന്നും കൂടി ഞാൻ ഈ സംഭവം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് 8th Gen 1 പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ 50+50 അൾട്രാ വൈഡ് ക്യാമറയും, പിന്നെ ഒരു 2 MB ഡെപ്ത് ക്യാമറ കൊടുത്തിന്, 60 MB ഫ്രണ്ട് ക്യാമറ കൊടുത്തിന്. പിന്നെ നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വരുന്ന ആൻഡ്രോയിഡ് 12 വനീല ആൻഡ്രോയിഡ് ആണ് വരുന്നത്. 68 W ടർബോ ചാർജിങ് വരുന്നുണ്ട്. റിവേഴ്സ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും നല്ല സപ്പോർട്ടാണ്. പിന്നെ 60 MB ഞാൻ പറഞ്ഞല്ലോ സെൽഫി റെസൊല്യൂഷൻ. പിന്നെ 144 Hz OLED ഡിസ്പ്ലേ. ഓക്കെ, ഡോൾബി ഓട്ട്മോസിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. 2 കളറിലാണ് വരുന്നത്, ഒന്ന് സ്റ്റാർ ഡസ്റ്റ് വൈറ്റും ഒന്ന് കോസ്മോസ് ബ്ലൂ. ഇതാണ് സ്റ്റാർ ഡസ്റ്റ് വൈറ്റ്, കുഴപ്പമില്ലാത്തൊരു കളർ. ഇതിലൊരു ഗ്രേഡിയൻ ഫീൽ വരുന്നത് ലൈറ്റ് വൈറ്റ്, ലൈറ്റ് സിൽവർ, ലൈറ്റ് ബ്ലൂ ഇഷ്യൂ വന്നിട്ടുള്ള ഇതിൻ്റെ. ഓക്കെ, ക്യാമറ നല്ല കിടിലം പോലത്തെ ക്യാമറ. ചെറിയ ഒരു ചിരി കണ്ട, ഒരു ചിരി കണ്ട ഐസായിട്ട് അങ്ങനത്തെ സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മേലെ നോക്കുമ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടില്ല, ഒരു സൈഡിൽ നിന്ന് ചേഞ്ച് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ ചേഞ്ച്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി പറയാൻ അങ്ങനെ വേറെ സംഭവമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയുക ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടുന്ന എല്ലാ സംഭവം ഉണ്ട്. ഓക്കെ, ഫ്രണ്ട് ക്യാമറ മാത്രം എന്താ പറയുക നമുക്ക് ആ മോഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും, 60 MB മാറ്റേണ്ടി വരും. അത് മാത്രം ക്യാമറേൻ്റെ ഇതിൽ മാത്രം ഞാൻ ഒരു ഉറപ്പം പറഞ്ഞില്ല, അത് നിങ്ങൾ എടുക്കുന്ന പോലെ ഉണ്ടാവുക. മോട്ടറോളേൻ്റെ ക്യാമറ അത്ര അങ്ങ് നല്ലത് വരത്തില്ല. ബാക്കിയെല്ലാം ഗെയിമിങ് സംഭവം എല്ലാത്തിലും കിട്ടില്ല പോലത്തെയാണ്. 240 FPS, 120 FPS, 60 FPS, 30 FPS എല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫുള്ള് വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത് ഇവിടെ ഫുള്ള് എഴുതിയിട്ടുണ്ട്. 8K അൾട്രാ HD 24 FPS-ലും 24-ൽ 30 FPS വരെ റെക്കോർഡ് ചെയ്യാം. 4K-ൽ 60 FPS-ഉം 30 FPS-ഉം റെക്കോർഡ് ചെയ്യാം. പിന്നെ 1080p-ൽ 60 FPS-ഉം 30 FPS-ലും സ്ലോ മോഷനിൽ 960-ലും 240-ലും 120 FPS-ലും റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കിടിലം പോലത്തെ എന്താ പറയുക റെക്കോർഡിങ്ങും സംഭവം ഉപയോഗിക്കാൻ പറ്റും, ഗെയിമിങ്ങും സംഭവത്തിനും ഫുള്ളായിട്ടുള്ള ഫ്യൂച്ചർ പ്രൂഫ് ഫോണാണ് എന്ത് പറഞ്ഞാലും. ഓക്കെ, അപ്പം ബാങ്ക് ഓഫറിൽ നിങ്ങൾക്ക് ഇത് 5000 രൂപ, ഇതിൽ 5000, 6000 വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 55,999 രൂപയാണ്, 56,000 രൂപേൻ്റെ സാധനമാണ് നിങ്ങൾക്ക് 50,000 അടുത്ത് കിട്ടും. ഓക്കെ, പിന്നെയും വേറെ നിങ്ങൾ ഓഫറുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 46-47 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കിള്ളം പോലത്തെ ഒരു ഫോണാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു BaBu Monz TeChz. So let me catch you, so let me catch you slipping by.